നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതൊന്നും ശരിയായിട്ടുള്ള നടപടിയല്ല ഗൗതം. അതെന്താ ശരിയാവാത്തത്? ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കിയെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീയാണ് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയേ? അതെ ആന്റി, നിങ്ങളെ രണ്ടുപേരും കാണാതെ ഇപ്പോ എല്ലാവർക്കും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. ശിവാനി ഇന്നലെ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഇവിടുത്തെ രീതികളും കാര്യങ്ങളും ഒക്കെ ഇവൾക്കറിയോ? മൂത്ത മരുമകൾ എല്ലാ കാര്യത്തിലും വലിയ ഉത്തരവാദിത്വമുള്ളവളാണെന്നാണല്ലോ ഏട്ടത്തിയുടെ പറച്ചില്. ഇതാണോ അവളുടെ ഉത്തരവാദിത്വം? പുറത്തു പോകുന്നതിന് മുൻപ് അത് ആരെങ്കിലും ഒന്ന് അറിയിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമല്ലോ. ഇത് ഉത്തരവാദിത്വം ഇല്ലായ്മയാ. അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? അടുക്കളയിൽ കയറി ആഹാരം ഉണ്ടാക്കിയ ശിവാനിയെ പൂമാലിട്ട് ആദരിക്കണോ? ആദരിക്കൊന്നും വേണ്ട, മനസ്സിലാക്കി പെരുമാറിയാ കൊള്ളാം. ശിവാനിയെ ശത്രുവായിട്ട് കാണുന്ന മനസ്സൊന്ന് തിരുത്തണം. ശിവാനിക്ക് നിധിയേക്കാൾ ഉത്തരവാദിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കണം. അത്രയും മതി. അത് പോട്ടെ ആന്റി. അതെ, എല്ലാരും വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ചേട്ടനും വാ. ചേട്ടന് അങ്ങനെയുള്ള വിളിയൊന്നും വേണ്ട, പഴയപടി മതി. എങ്കിൽ ഗൗതം വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. എനിക്കെങ്കിലും വേണ്ട, ഞാൻ നിധി വന്നിട്ട് കഴിച്ചോളാം. നിധി എപ്പോ വരുന്നു കരുതിയിട്ട് വാ, വന്ന് കഴിക്കുവാ. ദേ, ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും. ഒന്ന് വന്ന് കഴിച്ചു നോക്ക്, നല്ല കിടിലം കറികളാ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ല, പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നത്? മോനെ വാടാ, നമുക്ക് പോയി കഴിക്കാം. ശിവാനി ആദ്യമായിട്ട് അടുക്കള കയറിയതല്ലേ, കഴിക്കാതിരിക്കുന്ന മോശമല്ലേ? പാറുവിന് ഇതെന്താ പറ്റിയത്? എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എനിക്ക് വേണ്ട. എന്തിനാ വിശന്നിരിക്കുന്നേ? വാ, നമുക്ക് കഴിക്കാം. ശിവാനി കുക്കിംഗ് ഒക്കെ എന്തായി? വിശക്കുന്ന വാ, കഴിക്കാം. എല്ലാം റെഡിയാക്കി വെച്ചിരിക്കാം, ഇനി കഴിച്ചാൽ മാത്രം മതി. ഞാൻ റെഡി, കഴിക്കാം. അതെ, ഞാൻ ഗൗതമിനെ ആന്റി കഴിക്കാൻ വിളിക്കായിരുന്നു, പക്ഷെ ഗൗതമിന് ഭക്ഷണം വേണ്ടെന്നു. വേണ്ടെന്നോ? അതെന്തുപറ്റി? മനസ്സിന് പിടിക്കാത്തവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും ഗൗതമിന്.